വലിയ ആനന്ദത്തോടെ ആഗ്രഹിച്ചിരുന്നവർ പല രീതിയിൽ ചിതറിപ്പോയപ്പോൾ, പത്രോസ് പിടിക്കപ്പെട്ടപ്പോൾ, യാക്കോബ് ഹല്ലേലൂയ മരിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഒരു ഭീതിയുടെ അനുഭവത്തിൽ സഭ നിൽക്കുക. ഹല്ലേലൂയ, അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാ വെക്കണ്ടെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ, കർത്താവ് വാതിലുകളെ തുറക്കുക. ഹല്ലേലൂയ, വാതിലുകളെ തുറക്കുകയാണ്. ബന്ധനത്തിൽ കിടന്ന പത്രോസിന്റെ കാരാഗൃഹത്തിന്റെ വാതിലിനെ ദൈവം തുറക്കുകയാണ്. ഇന്ന് പകല് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരമാകട്ടെ, ഹല്ലേലൂയ, മനസ്സാകട്ടെ, നിങ്ങൾ എവിടെയാണോ ഒരു തടങ്കൽ പോലെ കിടക്കുന്നത്, അതിൽ നിന്ന് ദൈവത്തിന്റെ ഒരു ഡെലിവറൻസ് വെളിപ്പെടട്ടെ. ഒന്നാമത്തെ വാതിൽ ഒരു ഡെലിവറൻസിന്റെ വാതിലാണ്. ആമേൻ. ഇന്ന് പകല് ഹല്ലേലൂയ, അവൻ ഡെലിവർ ചെയ്യാൻ വിശ്വസ്തനാണ്. അവൻ്റെ ക്രൂശ് മരണം, അവൻ വിധിക്കപ്പെടുന്ന സമയങ്ങളിൽ ശരീരത്തിൽ അനുഭവിക്കപ്പെട്ട ഓരോ അടിയും നമ്മുടെ ശരീരത്തിനകത്ത് സൗഖ്യവും വിടുതലിന് വേണ്ടിയാണ്. എണ്ണി എണ്ണി റോമൻ കിങ്കരന്മാർ യേശുവിൻ്റെ ശരീരം തല്ലിപ്പൊളിക്കുമ്പോൾ അവരറിയാത്ത ഒരു മർമ്മം അതിനകത്ത്, അവനറിയാത്ത ഒരു രഹസ്യം അതിനകത്ത് ഇൻബിൽറ്റായി കിടപ്പുണ്ടായിരുന്നു. അടങ്ങി അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അടിച്ചോ, നാളെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്തുനിന്ന് സൗഖ്യത്തെ സ്വീകരിച്ചോളൂ.